എന്തൊരു നശിച്ച നിയമമാണ് നമ്മുടേത്. അതല്ലേ ഈ കാണുന്നത്. പ്രതി കിരൺകുമാർ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പ്രതി കിരൺകുമാറിന് ജാമ്യം എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ വാർത്ത. ഹൈക്കോടതി അപ്പീലിൽ തീരുമാനമെടുക്കും വരെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ഹർജി സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. അപ്പോ ആലോചിച്ച് നോക്കണം, എന്താണ് അത് കേവലം ജാമ്യം കിട്ടൽ മാത്രമല്ല, അത് ശിക്ഷാവിധി മരവിപ്പിക്കൽ കൂടിയാണ്. അതാണ് ഒരുപക്ഷെ ആ വിധിയെ കുറച്ചുകൂടി പ്രസക്തമാക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. എന്താണ് അത് സംഭവിക്കുന്നത് എന്ന കാര്യം അല്പസമയത്തിനകം നമുക്ക് അറിയാനും കഴിയും. എന്തായാലും നിലവിൽ കിരൺകുമാർ പുറത്തേക്കിറങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ കേസിൽ ശിക്ഷിക്കപ്പെട്ട കിരൺകുമാർ നിലവിൽ പരോളിലുമാണ്. വിസ്മയ ജീവനൊടുക്കിയ കേസിൽ തനിക്കെതിരെ ശിക്ഷ മരവിപ്പിക്കണം, ജാമ്യം നൽകണം തുടങ്ങിയവയായിരുന്നു കിരൺകുമാറിന്റെ ഹർജിയിലെ ആവശ്യം. നേരത്തെ ഇതേ ആവശ്യങ്ങളുമായി ഹൈക്കോടതിയെ കിരൺകുമാർ സമീപിച്ചതാണ്. പക്ഷേ 2 വർഷമായിട്ടും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തീരുമാനമായില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയിലെ ഹർജിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. പീഡനത്തെ തുടർന്ന് വിസ്മയ ജീവനൊടുക്കിയ കേസിൽ പ്രതി കിരൺകുമാറിന് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് അതിന്റെ ഒരു നമസ്കാരം. എല്ലാവരും അറിഞ്ഞു കാണുമല്ലേ, കിരൺകുമാറിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. വിസ്മയുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് നീതിയാണ് ഈ നിയമം നടപ്പിലാക്കി കൊടുത്തത്? ഇനി അവർ ആരുടെ മുന്നിലാണ് കൈനീട്ടേണ്ടതും? അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നീതി നടപ്പിലാക്കാൻ വേണ്ടി അവർ ആരുടെ മുന്നിൽ അപേക്ഷിക്കണം? ആ പാവം അച്ഛനും അമ്മയ്ക്കും എന്തൊരു വിധിയാണല്ലേ. സ്വന്തം മകൾ മരിച്ചിട്ടും അതിൻ്റെ കൊലയാളി ആരാണെന്നറിഞ്ഞിട്ടും അവർക്ക് ജാമ്യം അനുവദിച്ചു. ആ പ്രതി പരോളിൽ പുറത്ത് വിലസി നടക്കുന്നു. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഈ പാവങ്ങളൊക്കെ എവിടെ പോകണം? ആരുടെ മുന്നിൽ അപേക്ഷയായിട്ട് ചെല്ലണം ഒരിറ്റ് നീതിക്ക് വേണ്ടി? സങ്കടകരമായൊരു വാർത്തയായിപ്പോയി.